ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ മണാലിയിൽ നിന്നുള്ള ക്യാമ്പ് ഫയറിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വഴിവിളക്കു കണ്ണു ചിമ്മു വഴിയിലെന്തു നമ്മൾ പാടണം. അങ്ങനെ നമ്മൾ നല്ല രീതിയിൽ ക്യാമ്പ് ഫയർ ഒക്കെ ആഘോഷിച്ചു 2-3 ചെറിയ ഗെയിംസൊക്കെ കളിച്ചു. ശേഷം ഉറങ്ങാനായി പോയി. അതിനുശേഷം പിറ്റേ ദിവസം രാവിലെയാണ് നമ്മൾ കുളുവിലേക്ക് യാത്ര ചെയ്യുന്നത്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെയുള്ള ദൃശ്യങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഹോട്ട് എയർ ബലൂണിലേക്ക് കയറാൻ താല്പര്യമുള്ളവരുള്ള ഹോട്ട് എയർ ബലൂണിലേക്ക് കയറി. അതിനുശേഷം എല്ലാവരും കൂടി കുളുവിലേക്കാണ് പോയത്. അപ്പോൾ കുളുവിൽ വെച്ചിട്ടാണ് നമ്മൾ പാരാഗ്ലൈഡിങ്, റിവർ റാഫ്റ്റിങ് മുതലായ കാര്യങ്ങൾ ചെയ്തത്. അപ്പോൾ ബാക്കി ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ബഹിരാകാശ യാത്ര. അപ്പോൾ പാരാഗ്ലൈഡിങ്ങിന് പോകാൻ താല്പര്യമുള്ളവർ പാരാഗ്ലൈഡിങ്ങിന് പോയി. ഇപ്പോൾ റിവർ റാഫ്റ്റിങ്ങിന് പോകാൻ താല്പര്യമുള്ളവർ റിവർ റാഫ്റ്റിങ്ങിനും പോയി. അപ്പം ഞാൻ കയറിയത് റിവർ റാഫ്റ്റിങ്ങിനാണ്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് റിവർ റാഫ്റ്റിങ്ങിന് കയറി. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു എക്സ്പീരിയൻസ്. കാരണം ആദ്യമായിട്ടാണ് ഞാൻ റിവർ റാഫ്റ്റിംഗ് ചെയ്യുന്നത്. അപ്പോൾ ബേസിക്കലി നീന്തറിയില്ല, പുഴയുമായിട്ട് അധികം ബന്ധില്ല. പക്ഷേ എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സെല്ലാം ഉള്ളത് കൊണ്ടൊരു ധൈര്യത്തിൽ കയറി. അത്രയ്ക്ക് അപകടകരമായി തോന്നുമെങ്കിലും വളരെ രസകരമായ ഒരു സംഭവം തന്നെയാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും ചെയ്യണമെന്നുള്ളൊരു തോന്നലുണ്ടായി. കാരണം അത്രയ്ക്ക് അധികം രസകരമായിരുന്നു. നിങ്ങൾക്ക് ദൃശ്യങ്ങളിലൂടെ തന്നെ കാണാം. മറ്റ് ദൃശ്യങ്ങളിലേക്ക് हेलो भाई, उनको ऐसे घूमने के लिए बोलो ना. Help! No! Oh my God! അങ്ങനെ കുളുവിനോട് നമ്മൾ യാത്ര പറഞ്ഞ് നേരെ ഡൽഹിയിലേക്ക് തിരിച്ചു വരികയാണ്. ഇപ്പോൾ രാത്രി ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡൽഹിയിലെത്തിയതിനു ശേഷം പിറ്റേന്ന് നമ്മൾ ലോട്ടസ് ടെമ്പിൾ, റെഡ് ഫോർട്ട് മുതലായ സ്ഥലങ്ങളിലേക്കാണ് പോകുന്നത്. അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി പടിവേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം പല നാളായി താഴെ ഇറങ്ങാൻ ഒരു തിടുക്കം. ഇതിപ്പം നമ്മൾ രാത്രി ഫുഡ് കഴിക്കാൻ നിർത്തിയെടുക്കുകയെന്ന് കണ്ട 2 പട്ടികളുടെ ചിത്രങ്ങളാണ്. പിന്നെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ രാത്രി ലേറ്റായി റൂമിലെത്തിയതിന് ശേഷം വിശ്രമിച്ചതിന് ശേഷം
പിറ്റേ ദിവസം ഒരു ഉച്ച 12-12:30 ടൈമിലാണ് നമ്മൾ ലോട്ടസ് ടെമ്പിൾ കാണാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ഡൽഹിയിലെ ഒരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊന്നുകൂടിയാണ് ലോട്ടസ് ടെമ്പിൾ. അപ്പോൾ ഒരുപാട് വിനോദസഞ്ചാരികൾ എത്തുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ ദൃശ്യങ്ങളൊന്നും നമുക്ക് പകർത്താനായിട്ട് പറ്റില്ല. ഫോൺ നമ്മൾ ഓഫ് ചെയ്തിട്ട് വേണം ഉള്ളിൽ കയറാനായിട്ട്. പുറമേയുള്ള 2-3 ദൃശ്യങ്ങൾ പിന്നെ നമ്മുടെ കുറച്ച് ഫോട്ടോസും പുറത്തുനിന്ന് എടുത്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ അതൊക്കെ നമുക്ക് നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.